ആത്മയുടെ 13ാമത് ഗുണാഘോഷം നടത്തുന്നത്. ശരിക്കും ഞങ്ങളുടെ മനസ്സിൽ ഇന്നത്തെ ആഘോഷം ഒരു ആഘോഷമേ അല്ല, വേറൊന്നുമല്ല. ഞങ്ങളോടൊപ്പം കഴിഞ്ഞ സെപ്റ്റംബർ 29 ആത്മയുടെ 12ാമത് ഗുണാഘോഷം ആഘോഷിച്ച ഞങ്ങളുടെ പ്രിയ സുഹൃത്ത്, ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ശ്രീ KK രാജേഷ്, അദ്ദേഹം നമ്മൾ വിട്ടുപോയിട്ട് ഇതിലേക്ക് ഒരു കൊല്ലമായിട്ടില്ല. അതിനിടയ്ക്കാണ് മറ്റൊരു ഓണാഘോഷം കൂടി വന്നു ചെയ്യുന്നത്. ശ്രീ KK രാജേഷിനെ മറന്നുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും ഒരു ഓണാഘോഷമില്ല. ആത്മ എന്ന സംഘടന രൂപീകരിച്ച കാലം മുതൽ ആത്മയുടെ ആദ്യകാല സ്പോൺസർഷിപ്പ് വരെ മേടിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നമ്മളോടൊപ്പം കൈകോർത്ത് വന്ന ഒരു വ്യക്തിയാണ് ശ്രീ KK രാജേഷ്. അദ്ദേഹത്തിനെ നിസ്കരിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ ആത്മാ പ്രവർത്തകർക്കോ ആത്മാ കുടുംബാംഗങ്ങൾക്കോ മറ്റു ഭാരവാഹികൾക്കോ ആർക്കും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുപരിചിതരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു രാജേഷ്. ആ രാജേഷിനെ കുറിച്ച് വാക്കുകൾ പറയാതെ ഞാൻ എൻ്റെ കർത്തവ്യം നടത്തുന്നതിൽ രാജേഷിന് എന്താ അവനോട് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. അത്രത്തോളം ഞങ്ങളുടെ കൂട്ടുകാരനായിരുന്നു, എല്ലാവിധ സഹായിയായിരുന്നു. ഏത് രാത്രിയിലും ഞങ്ങളുടെ എത്ര ദൈത്യവും നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എന്നെയും രാജേഷിനെ ഉപദേശിക്കാൻ ഞങ്ങളുടെ ചെയർമാൻ ഉണ്ടായിരുന്നു. രാത്രി ഇതുപോലുള്ള പ്രോഗ്രാംസ് അദ്ദേഹം ഓർമ്മിട്ടില്ല, ഞങ്ങളെ ഓർമ്മിട്ടില്ല. ഇങ്ങനെയൊക്കെ ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് കൊണ്ടായിരുന്നു ഞങ്ങൾ കൂടെ വന്നത്. പക്ഷേ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. അവന് ഇവിടെ ഒരു നിമിഷം ഞാൻ പറയാൻ തോന്നുന്നില്ല. ഇന്ന് നമ്മുടെ മുഖ്യ അതിഥികളെ സ്വാഗതം ചെയ്യുക എന്നൊരു കർത്തവ്യമാണ് ആത്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഇംഗ്ലണ്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്രസിഡൻ്റായ ശ്രീ സുന്ദരേശൻ സാർ എന്നവർക്കും ആത്മയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ നമ്മുടെ മുഖ്യ അതിഥി കണ്ണാർ ഗ്രൂപ്പ് കമ്പനിയുടെ ചെയർമാനായ ശ്രീ കണ്ണാർ സുരേന്ദ്ര സാർ അവർക്കും ഞാൻ എൻ്റെ പേരിലും ആത്മയുടെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആത്മ കുടുംബാംഗങ്ങൾക്കും മറ്റ് വെൽവിഷേഴ്സിനും നമ്മുടെ തീർച്ചയായിട്ടും മറ്റ് സംഘടനാ പ്രതിനിധികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇനി എത്തിച്ചേരാനുള്ള എല്ലാവർക്കും ഞാൻ ആത്മയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും, ഹൈദരാബാദിൽ എത്രയോ ഓണാഘോഷങ്ങൾ നടന്നിട്ടുണ്ട്. അത് എത്രയോ വലിയ വലിയ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ട്. പക്ഷേ ലേഡീസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ആത്മ കൊടുക്കും. കാരണം ഈ പ്രോഗ്രാം നടത്തുന്നതും ആത്മയുടെ ലേഡീസ് വിങ് ആണ്. ആ ലേഡീസ് വിങ്ങിനെ കൊണ്ട് തന്നെ നടത്തണമെന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളെ വിട്ടുപോയ ശ്രീ KK രാജേഷിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇന്നിവിടെ സഫലീകരിച്ചു. അതിന് അദ്ദേഹത്തിനോട് ഞാൻ കടമപ്പെട്ട് ഞങ്ങളെല്ലാവരും, കാരണം എല്ലാ സംഘടനയിലും ലേഡീസ് ഉണ്ട്, പക്ഷേ ആത്മയിലും ലേഡീസ് ഉണ്ട്. അവരുടെ കൂട്ടായ്മ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ രാജേഷ് ആഗ്രഹിച്ച ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. നമ്മുടെ മധു ബാലകൃഷ്ണൻ സംഘവും നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്, അതിനോടൊപ്പം തന്നെ ശിവദാസ ഭാരം നയിക്കുന്ന പാണ്ഡിമേളവും. അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഒരു ഉത്സവ പ്രീതിയായിരുന്നു. ആരുടെ? നമ്മുടെ രാജേഷിൻ്റെ. ആ ഉത്സവ പ്രീതിയിൽ എല്ലാം ഉൾപ്പെടുത്തി. ആന മാത്രമില്ല, ആന ഇല്ലെങ്കിലും നമ്മളെല്ലാം അവനുമായിട്ട് നമ്മളാർക്ക് ചെയ്യാൻ കഴിയുന്ന വിധം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ഇന്നിവിടെ തിരുവാതിര അവതരിപ്പിക്കുന്ന ആത്മയുടെ വനിതാ ടീമിനും ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. മറ്റ് കലാകാരന്മാർക്ക്, അമ്മ ഓർക്കസ്ട്രയുടെ കലാകാരന്മാർക്കും ശിവദാസ മനോഹർ സാറിൻ്റെ ടീമിനും എല്ലാവർക്കും ആത്മയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. പ്രസിഡന്റിയൽ അഡ്രസ്സിനായി പ്രസിഡന്റ് ശ്രീ കമലാക്ഷ കുറുവിനെ ക്ഷണിക്കുന്നു.
ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മലയാളി കുടുംബങ്ങൾക്കും ഈ ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. അതോടൊപ്പം നല്ലൊരു ഓണ ആശംസിക്കുന്നു. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയവായ്പകളോടുകൂടി ഇത്രയും മുന്നോട്ട് വന്നിരിക്കുന്ന ആത്മാ മലയാളി അസോസിയേഷൻ്റെ 2025 ഓണക്കോടി ആഘോഷം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സെക്രട്ടറി ശ്രീ രാജകുമാർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറാക്കുന്നില്ല. എന്നെന്നാലും ഈ ഓണം, നമ്മുടെ ഈ വർഷത്തെ ഓണം ഒരു നല്ല ഒരു ആഘോഷമാക്കി തീർക്കാൻ നിങ്ങളുടെ ഏവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും മനസ്സിലും ഹാപ്പി ഓണം. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ ചെയർമാൻ ശ്രീ CG ചന്ദ്രമോഹൻ സാർ നമ്മോട് രണ്ടുപേരും സംസാരിക്കുന്നതായിരിക്കും. നഗരത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആത്മയുടെ ക്ഷണം സ്വീകരിച്ച് ആത്മയുടെ 13ാമത് ഓണാഘോഷത്തിന് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ആദ്യമായി ഞാൻ സ്വാഗതം പറയുന്നു, അവർക്ക് നന്ദി പറയുന്നു. കാരണം കാലാവസ്ഥ പ്രതികൂലമാണെന്ന് തോന്നിയെങ്കിലും ഇതുവരെ മഴ പെയ്തിട്ടില്ല. മഴയുടെ മൂടുണ്ടെങ്കിലും മഴ പെയ്യാതെ വളരെ നല്ല കാലാവസ്ഥയാണ്. അത് തന്നെ നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് പിന്നിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആത്മയുടെ എല്ലാ പ്രവർത്തകരുടെയും പ്രാർത്ഥന. 2, ഞങ്ങളുടെ മുൻ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ ഞങ്ങളുടെ സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞ ശ്രീ KK രാജേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ട്. കാരണം ആത്മാ മലയാളി സമിതിക്ക് വേണ്ടി രാപകലില്ലാതെ ആത്മാർത്ഥമായി പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ രാജേഷ്. തൃശ്ശൂർ പൂരം മാതിരി നമുക്കൊരു ഓണാഘോഷം ഇവിടെ നടത്തണം സാർ എന്ന് എന്നോട് എപ്പോഴും പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വലുതായിരുന്നെങ്കിലും അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുമായിരുന്നു. കഴിഞ്ഞ പല ഓണങ്ങളിലും അദ്ദേഹം പ്രസിഡൻ്റായിരുന്നപ്പോഴും സെക്രട്ടറി ആയിരുന്നപ്പോഴും ചെയർമാനായിരുന്ന എൻ്റെ വീട്ടിൽ എപ്പോഴും വരികയും ഇതിനെപ്പറ്റി തന്നെ ചർച്ചകൾ നടത്തുകയും വളരെ ഭംഗിയായി കഴിഞ്ഞ 3-4 ഓണാഘോഷങ്ങൾ അദ്ദേഹം സംഘടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ രാജേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ഈ 13ാമത് ഓണാഘോഷം സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ ആദരാഞ്ജലികൾ, ആത്മയുടെ ആദരാഞ്ജലികൾ. പിന്നെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സുഹൃത്തും ഇവിടുത്തെ വ്യവസായ പ്രമുഖനും ലോക കേരള സഭാ മെമ്പറുമായ, അതുപോലെ കർണാടക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO-യുമായ ശ്രീ കണ്ണാട്ടി സുരേന്ദ്രൻ സാർ, അതുപോലെ ആത്മയുടെ സെക്രട്ടറി ശ്രീ BN അജയകുമാർ, അദ്ദേഹം സെക്രട്ടറി മാത്രമല്ല ആത്മയുടെ എല്ലാമായ ശ്രീ അജയകുമാർ, അതുപോലെ ആത്മയുടെ പ്രസിഡന്റ് ശ്രീ കമലാക്ഷക്കുറുപ്പ്. ഈ പ്രോഗ്രാം ഇതിൻ്റെ ആരംഭം മുതൽ ഈ എല്ലാ ധൈര്യവും പകർന്ന് എല്ലാത്തിലും മുന്നോട്ട് വന്ന് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് കോർഡിനേറ്റർ ശ്രീ PS സുധീഷ് കുമാർ, എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. അതുകൂടാതെ ഞാൻ വളരെ കാര്യമായി വേറൊരു കാര്യം പറയുന്നത്, ആത്മ എന്ന് പറയുന്ന സംഘടന മറ്റുള്ള ഇവിടെയുള്ള എല്ലാ മലയാളി സംഘടനയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഒരു കാര്യം കൊണ്ടാണ്. കാരണം ഇത് വളരെ സാധാരണക്കാരായ മലയാളികളുടെ സംഘടനയാണ്. വളരെ സാധാരണക്കാരായ ചെറുപ്പക്കാർ, അതുപോലെ പാവപ്പെട്ടവർ എല്ലാവരും കൂടി ഈ ബോവിൻപള്ളി ഭാഗത്ത് അന്നത്തെ കാലത്ത് ഒരു ചെറിയ സംഘടന ഉണ്ടാകുകയും, പക്ഷെ ഇന്ന് അത് ഈ ഇരട്ട നഗരത്തിലെ ഈ തെലങ്കാനയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മലയാളി സംഘടനയായി മാറുകയും ചെയ്തു. അത് സാമൂഹ്യ സേവനത്തിൽ തന്നെയല്ല, സാംസ്കാരിക പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും എല്ലാം ആത്മ മുന്നിട്ട് നിൽക്കുകയാണ്. കോവിഡ് കാലത്തെ ആത്മയുടെ പ്രവർത്തനങ്ങൾ
ഏറ്റവും മുൻപന്തിയിലായിരുന്നുവെന്ന് നിങ്ങൾക്കെല്ലാം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഏതായാലും ഈ ഓണാഘോഷം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, അതായത് മധു ബാലകൃഷ്ണൻ നയിക്കുന്ന ഒരു മെഗാ സംഗീത നിശ, അതുകൂടാതെ കലാമണ്ഡലം ശിവദാസമാല ഹൈദരാബാദിന്റെ ചരിത്രത്തിൽ ആദ്യമായി കലാമണ്ഡലം ശിവദാസമാരും സംഘവും നയിക്കുന്ന ഒരു ഫുൾ പീസ് പാണ്ഡിമേളമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറും വരുന്ന നിങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരു പാണ്ഡിമേളമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിനോടൊപ്പം ഞങ്ങളുടെ വനിതയുടെ ടീമിന്റെ തിരുവാതിരകളിയും, അതുകൂടാതെ ഒരു സ്വാദേറിയ രുചിയേറിയ ഒരു ഓണസദ്യയും നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ ഒരു പ്രസംഗവുമായി ഞാൻ നിൽക്കുന്നില്ല. ആത്മയുടെ സേവനങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു, ഈ ഹൈദരാബാദിലെയും അതുപോലെ ഈ തെലങ്കാനയിലെയും ഏത് മലയാളിക്ക് ഏത് അപകടം വന്നാലും ഏത് ആവശ്യമുണ്ടെങ്കിലും അത് ആത്മയെ സമീപിച്ചാൽ ആത്മ മുന്നിട്ടിറങ്ങി, ആത്മ സ്വയം തന്നെയല്ല, ആത്മ മുന്നിട്ടിറങ്ങി അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകും സഹായിക്കാൻ എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം. കാരണം ആത്മ അങ്ങനത്തെ ഒരു സംഘടനയാണ്. ഏതായാലും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഈ സാംസ്കാരിക പ്രോഗ്രാമിനും എല്ലാം നിങ്ങൾ തരുന്ന ഈ ഒരു പിന്തുണ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. അതുകൂടാതെ ഈ പരിപാടി ഇവിടെ ഈ രീതിയിൽ സംഘടിപ്പിക്കാൻ ഞങ്ങളെ സഹായിച്ച സ്പോൺസർമാർ, അതിൽ പ്രത്യേകിച്ചും വാസ്കോ ശ്രീ വിനോദ് മേനോൻ, അതുപോലെ കർണാടക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ കർണാടക സുരേന്ദ്രൻ, അങ്ങനെ ഐക്ലൈനിലെ ഗോപി സാർ, ഇങ്ങനെ ഓരോരുത്തരെ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് വലിയ ലിസ്റ്റുണ്ട്. മലബാർ ഗോൾഡ്, ജോയ ലൂക്കാസ്, അങ്ങനെ എല്ലാവരെയും, അവരെല്ലാം ഇല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഈ രീതിയിൽ ഇത്ര വമ്പിച്ച രീതിയിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുമായിരുന്നില്ല. അവർക്ക് ഓരോരുത്തർക്കും വളരെ വളരെ ഹൃദയത്തിൻ്റെ ഇതിനും ഞാൻ അവർക്കെല്ലാം നന്ദി പറയുന്നു. അതുപോലെ രാപകലില്ലാതെ ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു 3-4 മാസമായി ശ്രീ അജയകുമാറിന്റെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടി നടന്ന് ഈ ഒരു രീതിയിൽ ഇവിടെ ഇത് അവതരിപ്പിക്കുന്ന ആത്മയുടെ ഓരോ പ്രവർത്തകർക്കും, ഓരോ ഭാരവാഹികൾക്കും, ഓരോ സജീവ മെമ്പർമാർക്കും, അതുപോലെ തന്നെ ഞങ്ങളുടെ മഹിളാ വിങ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സംഘടനകളുടെ മഹിളാ വിങ് മാതിരിയല്ല, ഈ ആത്മയുടെ മഹിളാ വിങ് നിങ്ങൾ കണ്ടു കാണും. എല്ലാത്തിനും അവർ മുൻപന്തിയിലായിരിക്കും. അവർ തന്നെയാണ് ഞങ്ങളുടെ പല ഈവന്റുകളും നടത്താറ്. അവർ ഏറ്റവും മുൻപന്തിയിലായിരിക്കും. അവർ തന്നെയാണ് തിരുവാതിരകളെ അവതരിപ്പിക്കുന്നത്. അവർക്ക് തന്നെയാണ് ഭദ്രദീപം കൊളുത്തി ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് അവർക്കും അങ്ങനെ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഇവിടെ ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വൈകിയ വേളയിലാണെങ്കിലും എല്ലാവർക്കും തിരുവോണാശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ ഡി സുന്ദരേശൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സെക്രട്ടറി, പ്രസിഡന്റ്, ആത്മയുടെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഓണാശംസകളും. അതോടൊപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാനും ഹൈദരാബാദിലുള്ള എല്ലാ മലയാളികൾക്കും ഫ്രീയായി വന്ന് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടാനും എല്ലാ വർഷത്തെ പോലെ തന്നെ ആത്മ ഓരോ വർഷവും വിപുലമായ പരിപാടികളോടുകൂടി തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അതൊരു പ്രചോദനവും ആത്മയോടുള്ള സ്നേഹവും എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻ്റെയും പേഴ്സണലായി എൻ്റെയും ഫാമിലിയുടെയും ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ പേരിലും എല്ലാവിധ ആശംസകളും സപ്പോർട്ടും എപ്പോഴും ആത്മയ്ക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുകയുണ്ടായി, ഇതൊരു പ്രസംഗവേദിയായി നമ്മൾ കാണുന്നില്ല. കാരണം ഒരുപാട് പ്രോഗ്രാംസ് എല്ലാവരെയും കാത്തിരിക്കുകയാണ്. വലിയ വലിയ പ്രോഗ്രാംസ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണ്. അദ്ദേഹത്തിനെ കർണാടക സുരേന്ദ്രൻ സാറിന്റെ തിരഞ്ഞെടുപ്പ് അറിയാവുന്നതാണ്. അദ്ദേഹം നമ്മോട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആശയവിനിമയം നടത്തുന്നത് നോക്കാം.
വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ ഞാൻ ആദ്യമായി കാണുന്നവർ ഉൾപ്പെടെ എല്ലാവർക്കും ആശംസിച്ചു. ആൽമയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ എല്ലാവർക്കും പ്രത്യേക നന്ദി. ആധുനിക കാലത്തെ സന്ധികളായ നമ്മുടെ തലമുറ ഓരോരുത്തരും ജീവിത സ്വപ്നങ്ങളെ പേരി ഏതൊക്കെയോ ദശയിലൂടെ കൂടി ഏതൊക്കെയോ നാടുകളിൽ ജീവിക്കുകയാണല്ലോ. അതിനിടയിൽ സന്തോഷമായി വിതറുന്ന ആഘോഷങ്ങൾക്കൊരു ക്ഷാമവുമില്ല. പക്ഷേ അത്തരം ആഘോഷങ്ങൾ ഓരോ വ്യക്തിയുടെയും അവരുടെ പരിമിതമായ സൗഹൃദ വലയങ്ങളിൽ മാത്രം ഒരുക്കുന്ന ആഘോഷമായി തുടരുന്നു. അത്തരം ആഘോഷവേളയിൽ നമ്മൾ ആ ഒരു പരിചയം ഇല്ലാത്ത ആളുകളെ വിളിച്ച് സൽക്കരിക്കാനില്ല. അത് തന്നെയാണ് ജീവിതയാത്രത്തിൽ സംഭവിക്കുന്നത്. സ്വന്തം നേട്ടങ്ങളിൽ മാത്രം മുൻഗണന കൊടുക്കുന്നവരും അവരുടെ ശരാശരി മനുഷ്യനെ സ്വാർത്ഥതയുടെ വേലിക്കെട്ടിൽ നിന്ന് മാറ്റി മാനവരിൽ ഒന്നുപോലെ എന്ന തികഞ്ഞ മാനവ മൂല്യബോധം തുടിക്കുന്ന ജനകീയ ആഘോഷമായി ചിട്ടപ്പെടുത്തിയ നമ്മുടെ പൂർവ്വ സമൂഹത്തോടെ നാം എത്ര കടപ്പെട്ടിരിക്കുന്നു. അവരോടുള്ള നന്ദി പറച്ചിൽ തന്നെയാണ് എന്നെയും നിങ്ങളെയും ഇന്നിവിടെ ഒരു ഓണാഘോഷത്തിൻ്റെ പേരിൽ ഒരു കുടുംബം എന്ന പോലെ എത്തിച്ചേരിക്കുന്നത്. അതുതന്നെയാണ് കേരളീയർ മാത്രം അവകാശപ്പെടുന്ന ഈ മഹനീയ മാനവ സ്നേഹോത്സവ മഹിമ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ മതിൽ ഉണ്ടായ തിന്മകളെ ഒക്കെ ഇന്നും നാം വിമർശിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള സാമൂഹ്യ വ്യവസ്ഥയിലാണ് ഏവരെയും ഒന്നിച്ചേർത്തി പിടിച്ച് വർഷം തോറും വസ്ത്രവും സന്തോഷവും പങ്കിട്ട് ആഘോഷിച്ചിരുന്നത്. എല്ലാവരും മനസ്സിൽ നിന്ന് ഇറങ്ങി മാനവനിലേക്ക് എത്തിയ ഒരു അപൂർവ വേള. ഇന്ന് കുറെ ആളുകൾ കൂട്ടം കൂടി സംഗീതവും നൃത്തവും ആട്ടവും പാട്ടവും ഒക്കെ ആയാൽ ആഘോഷമായി. ആ ആഘോഷത്തിൻ്റെ പങ്കെടുക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഈ ഏത് അജന്ത ലോകത്ത് പോയാലും നമ്മുടെ ചിങ്ങം പറഞ്ഞാൽ മലയാളിയുള്ള ഇടത്തിൽ പൂവഴി ഉയരും, പൂക്കളം ഉണരും. പിന്നെ പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകൾ പാടി എത്തും പോലെ ഓണക്കോടി ഉടുത്ത് ആ ദേശത്തുള്ള മലയാളികൾ പറന്നെത്തും. ഇതിനകം പല രാജ്യങ്ങളിൽ മലയാളി കൂട്ടായ്മകൾ കാണും. ഓണം കൂടാൻ കഴിയും. അപ്പോൾ അഭിമാനം തോന്നുന്നത് ഞാൻ മലയാളിയായതിനെ കുറിച്ച് ഓർത്താണ്. ഇന്ന് എനിക്ക് പരിചിതരായ നിങ്ങൾ പലരും ഇന്നു മുതൽ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി മാറാൻ ഈ ഓണാഘോഷം കാരണമാവുമ്പോൾ ഇനിയും കൂടുതൽ ഓണം കാണാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കും. അത്തരം കൂടത്തിൽ ഓണം കാണാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ആ ദൃശ്യ തലമുറ താണ്ടി നിൽക്കുന്ന എന്ന് പറയാം. കാരണം കാലം എത്ര മാറിയാലും മലയാളിയുടെ മനസ്സ്നേഹം മറ്റ് ആരെക്കാളും ഉയർന്നതാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ആഗ്രഹിച്ച മഹാഗുരു പിറന്ന നാട്ടിൽ ഉദയം കൊണ്ട പ്രകൃതിയെ മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന ഓണം കാലാതീതമായ മലയാളി സമൂഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടയാളമായി തന്നെ നിലനിൽക്കുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിനും നിങ്ങളുടെ സന്തോഷ നിമിഷം പങ്കുവയ്ക്കാൻ അവസരം തന്നതിനും നന്ദി. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളെ കർമ്മരംഗത്ത് കൂടുതൽ ശക്തരായി ഉയർന്ന ശോഭയോടെ അടുത്ത ഓണത്തിന് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഉദ്ഘാടന സമ്മേളനം തീർന്നതായി പ്രഖ്യാപിക്കുന്നു. വിശിഷ്ടാതിഥികൾക്ക് പ്രത്യേക നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് അദ്ദേഹത്തിനോട് യു മേ പ്ലീസ് സ്റ്റേ ബാക്ക് ഹിയർ. വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് prizes to the meritorious students. We request you to kindly cooperate with us to display the prizes. Thank you. രക്ഷിതാക്കളും ഈ സ്റ്റേജിന് സൈഡിൽ വന്ന് റെഡിയായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓൾറെഡി ആത്മയുടെ അംഗങ്ങൾക്ക് ചെയ്യുന്നു. അവരും ഈ സ്റ്റേജിനടുത്ത് തയ്യാറായി നിൽക്കണം അവാർഡ് കൊടുക്കാൻ.